ഇന്നത്തെ ഷിക്കാഗോ പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മീഡിയ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന വീക്കിലി റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ മാസം 4-ാം തീയതി വെള്ളിയാഴ്ച. വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഷിക്കാഗോ IPC ഷാലേം സഭാംഗമായിരിക്കുന്ന ഡോക്ടർ ജോർജ് കെ മാത്യു, ഡോക്ടർ പ്രിൻസിന്റെ പിതാവ് KV മാത്യു കഴിഞ്ഞ ദിവസം മുംബൈയിൽ വെച്ച് നിത്യത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന് 81 വയസ്സ് പ്രായമായിരുന്നു. കോഴഞ്ചേരി കല്ലുവാപ്പറമ്പിൽ കുടുംബാംഗമാണ്. ഡോക്ടർ പ്രിൻസിനെ കൂടാതെ സിസ്റ്റർ പ്രിയ അദ്ദേഹത്തിന്റെ മകളാണ്. ഡോക്ടർ പ്രിൻസ് മാത്യു, പ്രിയ എന്നിവർ മക്കളും, എലിസബത്ത് മാത്യു, അനീഷ് വർഗീസ് എന്നിവർ മരുമക്കളുമാണ്. ജോനാഥൻ, സാറ, ഫെയ്ത്ത് എന്നിവർ കൊച്ചുമക്കളാണ്. മറിയക്കുട്ടി മാത്യു ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ശവസംസ്കാര ശുശ്രൂഷകൾ അടുത്ത ഞായറാഴ്ച മുംബൈയിൽ വെച്ച് നടത്തപ്പെടുന്നുവെന്ന് കുടുംബാംഗങ്ങൾ അറിയിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ബ്രദർ ഡോക്ടർ പ്രിൻസിനെയും കുടുംബത്തെയും അതുപോലെ തന്നെ പ്രിയയും കുടുംബത്തെയും ഷിക്കാഗോ പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്കുള്ള ദുഃഖവും പ്രത്യാശയും ഞങ്ങൾ ഈ സമയം അറിയിക്കുന്നു. അവർ ശവസംസ്കാര ശുശ്രൂഷയ്ക്കുള്ള യാത്രയിലാണ് ഇന്ത്യയിലേക്ക്. അവിടെ നടക്കുന്ന ശുശ്രൂഷകൾ ഭംഗിയായി നിർവഹിച്ച് മടങ്ങി ക്ഷേമത്തോടെ ഇവിടെ വന്നു ചേരുവാനുള്ള പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കുചേരുന്നു. എല്ലാ കുടുംബാംഗങ്ങളോടും ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത് പോലെ പാസ്റ്റർ സാംകുട്ടി മത്തായി ആദരിക്കുന്ന സമ്മേളനം നാളെ ശനിയാഴ്ച വൈകിട്ട് 6:30 മണിക്ക് IPC ഷിക്കാഗോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ആ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാം പാടി ആരാധിക്കുന്ന 150ഓളം ഗാനങ്ങൾ എഴുതി ക്രൈസ്തവ കൈരളിക്ക് സംഭാവന ചെയ്ത പാസ്റ്റർ സാംകുട്ടി മത്തായി ഷിക്കാഗോയിൽ ദീർഘകാലമായി താമസിക്കുന്ന ദൈവദാസനാണ്. ഷിക്കാഗോ മലയാളികളുടെ ആദരവുകൾ അദ്ദേഹം ഏറ്റെടുക്കുന്ന നാളത്തെ ആ മീറ്റിംഗിലേക്ക് സാക്ഷികളാകുവാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈസ് വോയിസ് ഷിക്കാഗോ എന്ന സംഗീത ഗ്രൂപ്പാണ് ആ നാളെ സംഗീത ശുശ്രൂഷകൾ അവിടെ അവതരിപ്പിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഗീത സംഘടനയുടെ ഡയറക്ടർ റോണി അറിയിക്കുന്നു. നാളെ നടക്കുന്ന സമ്മേളനം എന്തുകൊണ്ടും ഒരു വ്യത്യസ്തമായിരിക്കും. അദ്ദേഹത്തെ ആദരിക്കുവാനും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും നമുക്കിടയാക്കട്ടെ. ഈ മീറ്റിംഗ് ചില മാസങ്ങൾക്ക് മുമ്പ് നടത്തുവാൻ തക്കവണ്ണം ഇപ്പോൾ നിത്യയിൽ പ്രവേശിച്ച പാസ്റ്റർ ബെൻ കോഷിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. അദ്ദേഹത്തിന്റെ പ്രാരംഭ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹം ആകസ്മികമായ നിത്യയിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് ആ ദൗത്യം അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഈസ് വോയിസ് ഗ്രൂപ്പ് ആ ദൗത്യം ഏറ്റെടുത്ത് പൂർത്തീകരിപ്പാൻ തക്കണം മുന്നോട്ട് വന്ന ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നാളെ നടക്കുന്ന മീറ്റിംഗിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. CCFന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മാസം 12-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ സെലിബ്രേഷൻ ചർച്ചിൽ വെച്ച് ഒരു പ്രത്യേക സെമിനാർ നടത്തപ്പെടുന്നുവെന്ന് CCFന്റെ പ്രസിഡന്റ് ഡോക്ടർ വിൽസൺ എബ്രഹാം അറിയിക്കുന്നു. ഡോക്ടർ ജോഷുവ സ്വാമിദാസ് ആ സമ്മേളനത്തിലെ മുഖ്യ പ്രാസംഗികനായിരിക്കും. ഈ സമ്മേളനത്തെ കൂടുതൽ അറിയുവാൻ തക്കവണ്ണമായിട്ട് CCFന്റെ പ്രസിഡന്റ് ഡോക്ടർ വിൽസൺ എബ്രഹാം, സെക്രട്ടറി ജോയൽ മാത്യു എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ്. FECCയുടെ ആഭിമുഖ്യത്തിലുള്ള പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസ് മീറ്റിംഗ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഒക്ടോബർ മാസം 1-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസിന്റെ ഭവനത്തിൽ വെച്ച് അനുഗ്രഹമായി നടന്നു. FECCയുടെ ആഭിമുഖ്യത്തിലുള്ള മാസയോഗം ഒക്ടോബർ 19-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് കനോഷയിലുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ വെച്ച് നടക്കുമെന്ന് FECCയുടെ ഭാരവാഹികളായ ഡോക്ടർ വില്ലി എബ്രഹാം, പാസ്റ്റർ തോമസ് യോഹന്നാൻ എന്നിവർ അറിയിക്കുന്നു. 2026 ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന PC നാക്കിന്റെ ഒരു പ്രത്യേക ആലോചന സമ്മേളനം കഴിഞ്ഞ ദിവസം ഓൺലൈനായി നടക്കുകയുണ്ടായി. PC നാക്കിന്റെ നാഷണൽ ചെയർമാൻ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസിന്റെ അധ്യക്ഷതയിൽ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ലോക്കൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്ത് ഡിസംബർ മാസം ആദ്യ ആഴ്ചയിൽ ഷിക്കാഗോയിൽ നടക്കുന്ന നാഷണൽ കമ്മിറ്റിയുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. PC നാക്കിന്റെ സമ്മേളനത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി എല്ലാ ദൈവമക്കളും ഇപ്പോൾ മുതൽ തന്നെ പ്രാർത്ഥനയിൽ നടത്തണമെന്ന് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവിധ സഭകളിൽ ഉപവാസ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഗിൽഗാൽ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിൽ സെപ്റ്റംബർ 29-ന് ആരംഭിച്ച ഉപവാസ പ്രാർത്ഥന സമ്മേളനങ്ങൾ ഒക്ടോബർ 21 വരെ നീണ്ടു നിൽക്കുന്നതാണ്. രാവിലെ 10 മണിക്കും വൈകിട്ട് 7 മണിക്കും 2 സെഷനുകളായി പ്രാർത്ഥന നടക്കുന്നതായി സഭയുടെ പാസ്റ്റർ സാം തോമസ് അറിയിക്കുന്നു. അതുപോലെ തന്നെ വിവിധ സഭകളിൽ നടക്കുന്ന പ്രാർത്ഥനകളിൽ ദൈവം തന്റെ സാന്നിധ്യമുണ്ടായ എല്ലാ മീറ്റിങ്ങുകളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ഷിക്കാഗോ പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, എല്ലാ സഹായങ്ങളും നൽകി തരുന്ന എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഈ സമയം സ്മരിക്കുന്നു. നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കും നന്ദി. ഒത്തിരി നിർദ്ദേശങ്ങളും
പ്രോത്സാഹനങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ക്രമപ്പെടുത്തുവാൻ തൊക്കൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലെ വാർത്തകൾ ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നവരുണ്ട്. ഇതൊരു വിപുലീകരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പലരും വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് പാസ്റ്റർ രാജൻ മാത്യു ഞങ്ങളെ വിളിച്ച് അദ്ദേഹം ഇത് കിട്ടുന്നത് വളരെ അനുഗ്രഹമാണെന്നും അവിടുത്തെ വാർത്തകളൊക്കെ ഇടണമെന്നും ഒക്കെ ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. ഏതായാലും ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ദൈവം നൽകി തരുന്ന കഴിവുകളനുസരിച്ച്, സന്ദർഭങ്ങളനുസരിച്ച്, സാഹചര്യങ്ങളനുസരിച്ച് ഇത് പിന്നീട് വിപുലീകരിക്കപ്പെടുന്നതാണെന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഞങ്ങൾ ഇവിടെ ചൊല്ലുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.